ഈ സ്റ്റേറ്റ് അവാർഡുകളിൽ ആദ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടാൻ എം ജയചന്ദ്രൻ്റെ എനുണ്ടോടിയിൽ പൊട്ടു തൊട്ടോ കമ്മലിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ മനസ്സിനകത്ത് എം ജയചന്ദ്രൻ എന്ന് പറയുന്ന മ്യൂസിക് ഡയറക്ടറുടെ ഒരു സിഗ്നേച്ചർ അവിടെ വീഴാണ്. പൊട്ടു തൊട്ടോ കമ്മലിട്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ജയചന്ദ്രൻ സാർ നമ്മുടെ മുമ്പിൽ വന്ന് നിന്ന് പാടും പോലെയാണ് സിതാര പാടി കേൾക്കുമ്പോഴും അതൊരു സിഗ്നേച്ചറാണ്. ഒരുപക്ഷെ അങ്ങനെ ഒരു സിഗ്നേച്ചർ ആവാൻ കഴിയുന്നത് ഗായികയുടെ വഴക്കമല്ലേ? അതിലൊക്കെ ഉപരിയായിട്ട് ഈ സിനിമയിലെ സംഗീതം എന്ന് പറയുന്നത് സിനിമേനെ കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന മ്യൂസിക്കിൽ അതിൽ ആത്യന്തികമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒന്നാമതായിട്ട് അത് കമ്പോസറുടേതാണ്. അവിടെ നമ്മളൊരു ടൂളായിട്ട് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അത് നമ്മളുടെ അതുവരെയുള്ള പഠനവും നമ്മളുടെ സ്കില്ലും ഒക്കെ അവരെ ഉപയോഗപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രുമെന്റ് പോലെ തന്നെയാണ് അവിടെ വോയിസും. പിന്നെ നമ്മളുടെ ചെറിയ പരിചയമൊക്കെ അതൊക്കെ പിന്നെ പിന്നെ വരുന്നതാണ്, വർഷങ്ങൾ കൊണ്ട് പിന്നെ ഉണ്ടാവുന്നതാണ്. ഇപ്പം എം ജയചന്ദ്രൻ സാറിനെ പോലത്തെ ഒരാളുടെ അടുത്ത് ഞാൻ പാടാൻ ചെല്ലുന്ന സമയത്ത് സാറിന് അറിയാം ആ പാട്ട് എങ്ങനെ വേണം എന്നുള്ളത്. അപ്പം വ്യക്തമായിട്ട് ഇപ്പോൾ പറഞ്ഞ മാതിരി കേൾവിക്കാർക്ക് പോലും സാറിന് എം ജയചന്ദ്രൻ എന്ന കമ്പോസർ അതിനുള്ളിലൂടെ കാണാൻ പറ്റുമെങ്കിൽ ഫോർ ദാറ്റ് മാറ്റർ ഏത് മ്യൂസിക് ഡയറക്ടർ ആയാലും അവരുടെ ഒരു സിഗ്നേച്ചർ ഉള്ള കമ്പോസേഴ്സിനെല്ലാം തന്നെ അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി തോന്നും. കാരണം അവരത് പറഞ്ഞു തന്നിട്ടാണ് ഞങ്ങളെ കൊണ്ട് പാടിക്കണേ. അപ്പം അതിനപ്പുറം ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നിട്ടില്ല ആ പാട്ടിൽ. അവരുടെ എക്സ്പെക്റ്റേഷൻസിനോട് എത്രമാത്രം നമ്മൾ മാച്ച് ചെയ്യുന്നു എന്നുള്ളിടത്താണ് അവിടുത്തെ നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത്. അവരുടെ അടുത്ത് നിന്ന് ഒരു നല്ല വാക്ക് കേൾക്കുക എന്നുള്ളത്. സാറൊരു ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് അവാർഡിനെക്കാളും വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരാളാണ്. ചില പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നി ഇത് നമ്മളാണോ പാടണ്ടേ എന്ന് തോന്നും പാട്ട് കേൾക്കുമ്പോൾ. സ്വാതന്ത്ര്യമുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കും ചെയ്ത് ഞാൻ പാടിയ ശരിയാവുമോ എന്ന് ചോദിച്ചാൽ അവർ നമ്മൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യും. എൻ്റെ മനസ്സിൽ ഇതാണ്, നിങ്ങൾ പാടുമ്പം ആ രൂപത്തിലേക്ക് വരുന്നത് കാണിച്ചു തരാം. അപ്പോൾ അതൊരു മാജിക്കാണ്. ഒരു 4 ചുമരിൻ്റെ അകത്ത് നിന്നിട്ട് സിനിമയോ സിനിമയുടെ സീനൊന്നും നമ്മൾ കാണുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത് മാത്രമേ കേൾക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിത്രം വരുമ്പോൾ ഇതിനോട് ചേരുന്ന പോലെ നമ്മളെ കൊണ്ട് പാടിച്ചെടുത്തു എന്നുള്ളത് അതൊരു മാജിക്കായിട്ട് തോന്നാറുണ്ട്. സിതാര എന്ന് പറയുന്ന ഗായികയോ സിതാര എന്ന് പറയുന്ന ഒരുപക്ഷെ ഒരു ഇങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ, പിന്നെ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാൾ, അത് പ്രവർത്തിക്കുന്ന ഒരാൾ, ഇതൊന്നും അല്ലാത്തൊരു വേദിയുണ്ട്. ടെലിവിഷനുള്ളിൽ ജഡ്ജായിട്ട് വരുന്ന ഒരു സിതാരയുണ്ട്. അവിടെ സിതാരയ്ക്ക് കുറേ പ്രേക്ഷകരുണ്ട്. ഒരുപക്ഷെ സിതാരയെ അവർ മനസ്സിലാക്കുന്നത് ഈ ടെലിവിഷനിലൂടെയാണ് അവർ മനസ്സിലാക്കുന്നത്. അത് നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ഒരു വ്യൂവർഷിപ്പ് ഉണ്ട് അതിന്. ആ വ്യൂവർഷിപ്പിൻ്റെ ഇടയിലുള്ള ഒരു സിതാരയുണ്ടല്ലോ, ആ സിതാരയും ഈ സിതാരയും രണ്ടും രണ്ടായിട്ടാണ് മനസ്സിലാക്കുന്നത് എന്നുള്ളത് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ നമുക്ക് നമ്മളുടെ അഭിപ്രായ പ്രകടനങ്ങൾക്കൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. കാരണം അവിടെ നമ്മളൊരു ജോലിക്കാണ് പോകുന്നത്. അപ്പോൾ ഈ പാനലിലിരിക്കുന്ന സമയത്ത് നമ്മൾ ആ മത്സരാർത്ഥിയായിട്ട് വരുന്ന കുട്ടിയുടെ അടുത്ത് എന്ത് ഇൻട്രാക്ട് ചെയ്യുന്നു എന്നുള്ള ചെറിയ സ്പേസ് മാത്രം. അല്ലാണ്ടുള്ള ചെറിയ കോൺവെർസേഷനൊക്കെ ഇപ്പോഴാണ് പിന്നെയും ഈ ജഡ്ജിങ് പാനലിലൊക്കെ വരുന്നത്. ഇപ്പൊ ഞങ്ങൾ സൂപ്പർ 4-ലൊക്കെ ഞങ്ങൾ 4 പേര് ഇരുന്നപ്പോഴാണ് അല്ലാത്ത കുറച്ച് കോൺവെർസേഷനൊക്കെ ഉണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള നമ്മൾ ഫ്രണ്ട്സ് കൂടി ആയതുകൊണ്ട്. അല്ലാത്ത പക്ഷെ ആൾക്കാർ ഈ ഒരു കുറച്ച് വാചകങ്ങളോ വാക്കുകളോ മാത്രമാണല്ലോ കേൾക്കണം. അതിന്ന് ആൾക്കാർ എത്രമാത്രം നമ്മളെ മനസ്സിലാക്കുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികളായിട്ട് വരുന്നവരെ ഞാൻ കുറേ നാൾ കണ്ടസ്റ്റൻ്റ് ആയിട്ടിരുന്ന ഒരാളാണ് എത്രയോ മത്സരങ്ങളിൽ. അപ്പം അതുകൊണ്ട് കാലഘട്ടത്തിന്റെ വ്യത്യാസം ഇല്ലാണ്ട് അവിടെ റിയാലിറ്റി ഷോയിൽ തുടർച്ചയായിട്ട് വിൻ ചെയ്തിട്ടില്ലേ? അപ്പൊ അതിന്റെ പിന്നിൽ എത്ര കാലത്തിന് പുറകെ നടന്നിട്ടുണ്ടാവുന്ന ഊഹിക്കാവുന്നില്ല. ഇപ്പൊ നമ്മൾ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുമ്പോൾ അന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു ഇതോട് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും, വലിയ കാര്യങ്ങൾ. ഒന്നും സംഭവിച്ചില്ല. അടുത്തതിന് പങ്കെടുത്തു, ഒന്നും സംഭവിച്ചില്ല. അപ്പൊ അവസാനം ഈ മത്സരത്തിന് പോണ തൊഴിലാളി വരെ അതായത് അതായി എൻ്റെ കുറച്ച് നാളിലെ പ്രധാനപ്പെട്ട ഫോക്കസ് എന്ന് പറയുന്നത്. മത്സരങ്ങളിൽ പങ്കെടുക്കുക, കാരണം പ്രാക്ടീസ് ചെയ്ത് അവതരിപ്പിക്കാനുള്ള വേദി വേണമല്ലോ. അങ്ങനെ അപ്പം ഈ കാലഘട്ടത്തിന്റെ വ്യത്യാസം ഇല്ലാണ്ട് നമ്മളെ മുമ്പിൽ വരുന്ന കുട്ടികൾക്കൊക്കെ മാനസികാവസ്ഥ ഒന്നായിരിക്കും. ആ പ്രഷർ ഉണ്ടല്ലോ, അണ്ടർഗോ ചെയ്യുന്ന പ്രഷർ, അവരെടുക്കുന്ന എഫേർട്ട്, അതൊക്കെ വളരെ സിമിലർ ആണ്. അപ്പൊ ആ കുട്ടികൾക്ക് എന്താ തോന്നുന്നതെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവും. അതുകൊണ്ട് അവർക്കൊരു ഫ്രണ്ടിനെ പോലെയോ ഒക്കെ നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല. നമുക്ക് ആരെയും ജഡ്ജ് ചെയ്യാനോ അവരുടെ വിധി നിർണ്ണയിക്കാനോ ഒന്നും പറ്റില്ല. അതൊക്കെ വെറും തോന്നലാണ്. നമ്മൾ ആ ഒരു പൊസിഷൻ എടുത്തൊരു പവർ എടുക്കുക എന്ന് പറയുന്നത്, പവർ എന്ന് പറഞ്ഞ വാക്കിൽ തന്നെ അർത്ഥമില്ല. ആകെ ചെയ്യാവുന്നത് സജഷൻസ് കൊടുക്കാനാണ്. ചിലപ്പോൾ അവരെക്കാൾ കുറച്ച് കൂടുതൽ നാൾ വർക്ക് ചെയ്തതിൻ്റെ പരിചയമില്ലേ, ആ പരിചയത്തിൽ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവരത് അവർക്ക് അതിനെ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രോസസ്സ് ചെയ്യാം. നമ്മൾ കൊടുക്കുന്നത് ഒരു ഇത് മാത്രമാണ്, ഒരു എന്താ പറയുക, ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ്. വർക്കും പ്രോസസ്സും ഒക്കെ അവർ ചെയ്യേണ്ടതാണ്. അവരതിനെ വെച്ച് എന്ത് ചെയ്യണമെന്നുള്ളത്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ കുറേ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ചിത്രചേച്ചിയെ പോലുള്ള ആൾക്കാർ അവരുടെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് 1-2 കമൻസ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ അത് വെച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുന്നവർക്ക് മാത്രമേ മുന്നോട്ടൊരു യാത്രയുള്ളൂ. അല്ലാണ്ട് അവിടെയുള്ള പാട്ടുകൾ പാടുക എന്നുള്ളത് മാത്രമാണെങ്കിൽ നമ്മളോട് അവരും അതാ പറഞ്ഞു തരിക, ഇതിനകത്തുനിന്ന് നിങ്ങളുടെ ഇൻഡിവിജ്വാലിറ്റി എന്തുണ്ടാക്കിയെടുക്കുന്നു എന്നുള്ളതില്ല. കാരണം ആ സമയത്തൊക്കെ നമ്മൾ പാടുന്നത് അധികവും മറ്റു ഗായകരുടെ പാട്ടുകളാണല്ലോ, ജാനകിയമ്മയുടെ, സുശീലാമ്മയുടെ. അങ്ങനെ പാടി നമ്മളുടെ ഒരു വോയിസ് രജിസ്റ്റർ പോലും കുറച്ചൊരു മാറും. അവരുടെ പിച്ചിനനുസരിച്ചിട്ടൊക്കെ
പാടി 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 നമ്മൾ ശബ്ദം, ഇപ്പം ഞാനിപ്പോൾ പണ്ടത്തെ എൻ്റെ ചില ഇൻ്റർവ്യൂസൊക്കെ വളരെ മുമ്പുള്ള കുട്ടിയായിരിക്കുമ്പോഴൊക്കെയുള്ള ഇൻ്റർവ്യൂസ് കേൾക്കുമ്പോൾ വോയിസ് സംസാരിക്കുന്ന ശബ്ദം തന്നെ വേറൊരു പോലെയാണ്. അത് ആ കാലത്ത് എന്താ വെച്ചാൽ ആ കാലത്തിൻ്റെ പ്രാക്ടീസിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഹൈ പിച്ച് സോങ്സും ഒക്കെ പാടി പാടി. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ആലോചിക്കുമല്ലോ, നമുക്കെന്താണ് കംഫർട്ടബിൾ, നമുക്കെന്താണ് ശരി എന്ന് തോന്നുന്നതിലേക്ക് കുറച്ചും കൂടി ആലോചിച്ച് വരുമ്പോഴാണ് അത് ചിലപ്പം നമ്മൾ ഉണ്ടാക്കി വരുന്ന ഒരു സ്പേസ് എല്ലാവർക്കും ആക്സെപ്റ്റബിൾ ആയിരിക്കില്ല. പക്ഷെ അതായിരിക്കും നമ്മളുടെ സ്പേസ്. അത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യണമെന്ന് പോലും ഇല്ല. പക്ഷെ നമുക്ക് കുറച്ച് ലോങ് ടേം ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാവുന്ന ഒരു ഇടം ആണ് അത്. അതായിരിക്കും നമ്മളുടെ വീട്.